യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗന്ദര്യലഹരിയുടെ 21ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഇവിടെ ഞാൻ വായിക്കുന്നത്. ഓം ഗുരുഭ്യോ നമഃ. ഓം ശങ്കരാചാര്യായ നമഃ. ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യപര്യായ യതിരാജായ തേ നമഃ. 21ാമത്തെ ശ്ലോകം സൗന്ദര്യലഹരിയുടെ. തടില്ലേഖാധന്യൻ തവൽ ശശിവൈശാനരമയീം വിണ്ണിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവകലാം മഹാപത്മാടവ്യാം മുദിതമാല മായേന മനസാ മഹാന്ത പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം. അതിൻ്റെ അർത്ഥമാണ് അമ്മയുടെ ദേഹം മിന്നൽ പിണർ പോലെയാണ്. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവരുടെ മിന്നൽ പിണറാണ് ദേഹം. അമ്മയുടെ രൂപം സഹസ്രാര പത്മത്തിൽ പതികൂടെ ഇരിക്കുന്നതായി സങ്കല്പിച്ചാൽ രൂപം ധ്യാനിക്കുന്നവരുടെ കാമം, ക്രോധം എല്ലാം മാറി ശുദ്ധമാകുന്നു. മൂലാധാരത്തിൽ നിന്നാരംഭിച്ച് മൂലാധാര സ്വാധിഷ്ഠാനം, മണിപ്പൂരകം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം എന്നിവയിൽ കൂടി സഞ്ചരിച്ച് സഹസ്രാര ചക്രത്തിലെത്തുന്ന സാധകൻ്റെ എല്ലാ കാമക്രോധ മോഹങ്ങളും ശമിക്കുന്നു. ദേവിയോടെ അധികം താമസിക്കാൻ ദേവിയുമായി ചേരുന്നു. അമ്മയുടെ ഈ സൗന്ദര്യലഹരി എല്ലാവരും വായിക്കണം. എല്ലാവരും അത് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി ദിവസവും അത് പാരായണം ചെയ്യണം. ഞാൻ ഇടുന്ന ശ്ലോകം എല്ലാവരും ഒന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ശ്ലോകം കാണുകയും അതിനെ സഹായിക്കുകയും ചെയ്യണം. അമ്മയുമായിട്ട് അടുക്കുന്ന ഏതൊരുവർക്കും അമ്മയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകുന്നു. രോഗമുള്ളവർക്ക് രോഗം മാറുന്നു, ഐശ്വര്യം വേണ്ടിയവർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നു, ധനം വേണ്ടിയവർക്ക് ധനം ഉണ്ടാകും. എല്ലാം അമ്മ അറിഞ്ഞ് ചെയ്യുമെന്നതാണ്. അമ്മയെ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും ശുഭമായി സംഭവിക്കും. നമസ്തേ.